നമസ്കാരം. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണ വിജയനിൽ മാത്രം അന്വേഷണം ഒതുങ്ങില്ല. CMRL നിന്ന് പണം കൈപ്പറ്റിയ മുഴുവൻ പേരിലേക്കും അന്വേഷണം നീണ്ടേക്കും. മന്ത്രിസഭയിലെ അംഗങ്ങളിലേക്കും അന്വേഷണം എത്തുമെന്നാണ് വിവരം. പോലീസിന്റെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ പ്രതിരോധം തീർക്കുകയാണ് CPM. തലസ്ഥാനത്തുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച് ഇന്നും CPM നേതാക്കൾ രംഗത്തെത്തി. EDക്കെതിരെ ഉണ്ടായത് സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്നാണ് V ശിവൻകുട്ടിയും M സ്വരാജും ഒക്കെ പറയുന്നത്. ഇന്നത്തെ ചർച്ചയിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ CPM, ശ്രീ VR അനൂപ് കോൺഗ്രസ്, ശ്രീ VP ശ്രീപത്മനാഭൻ BJP എന്നിവർ. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇന്നലെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ ഹൂളിഗനിസം ജനകീയ പ്രതിരോധമായിട്ടാണ് ന്യായീകരിക്കപ്പെടുന്നത്. ഇവിടെ ഒന്നാമത്തെ വിഷയം, ഇത് ടി വീണ എന്ന IT സംരംഭകയും CMRL എന്ന കമ്പനിയും തമ്മിലുള്ള പണമിടപാട് സംബന്ധിച്ച കേസാണ്. ആ സാമ്പത്തിക ഇടപാടിൽ പൊരുത്തക്കേടുണ്ട് എന്ന് 2 ഏജൻസികൾ കണ്ടെത്തിയതുകൊണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുന്നു. അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു സ്വകാര്യ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ നടത്തിയ പണമിടപാടിന്റെ വിഷയത്തിൽ എന്തിനാണ് ഈ നാടാകെ ഇളകി വന്ന് പ്രതിരോധിക്കണമെന്ന് CPM പറയുന്നത്? ഒരു സ്വകാര്യ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൻ്റെ പേരിൽ അവരുടെ പിതാവ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും ദേശീയ തലത്തിൽ CPMൻ്റെ നേതാവുമാണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അപ്പോൾ സഖാവ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാം പബ്ലിക് ലഭ്യമാണ്. ഈ IT കൺസൾട്ടൻസി ഒരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ നമുക്കെല്ലാം ലഭ്യമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖയാണ് EDക്ക് വേണ്ടത്? EDക്ക് റെയ്ഡ് നടത്തി എന്താണ് കണ്ടെത്തേണ്ടത്? കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടെ കൃത്യമായ ഒരു രാഷ്ട്രീയ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുക എന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നാണ് ED ഇടപെട്ടിട്ടുള്ളത്. ആ ഇടപെടലുകൾ സാധാരണഗതിയിൽ ഒരു അന്വേഷണം എന്താണ്? വീണയെ വിളിച്ചു വരുത്തുന്നു, അല്ലെങ്കിൽ വീണയെ ചോദ്യം ചെയ്യുന്നു, വീണയുടെ മൊഴിയെടുക്കുന്നു. അതിലാർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? പിണറായി വിജയനുമായി വിദൂര ബന്ധമുള്ള വീടുകൾ പോലും റെയ്ഡ് നടത്തുകയാണ്. ഒരു നാടകം പോലെ റെയ്ഡ് നടത്തുകയാണ്. ആ നാടകം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ EDയെ ഉപയോഗിച്ച് അങ്ങ് തകർത്ത് കളയാമെന്ന് BJP ചിന്തിക്കുന്നുണ്ടെങ്കിൽ, RSS ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. തെരുവുകളിൽ പ്രതിഷേധമേറും. ഇവിടെ അഭിലാഷ് പോലെ ഒരു അന്വേഷണ ഏജൻസിയുടെ ബ്യൂറോ അംഗത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയാൻ കഴിയൂ. ED വ്യക്തമാക്കുന്നത് ഇത് ടി വീണയുടെയും എക്സാലോജിക് കമ്പനിയുടെയും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണെന്നാണ്. പിണറായി വിജയനിലേക്ക് എത്തിയില്ലല്ലോ. അല്ല, ഇങ്ങനെ ഒരു ആരോപണം വീണയ്ക്കെതിരായിട്ട് നിങ്ങൾ ഉന്നയിക്കുമ്പോൾ വീണയാണോ ഇവിടുത്തെ മാധ്യമങ്ങളുടെയും RSSൻ്റെയും ലക്ഷ്യം? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. വളരെ പരിണിതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അഭിലാഷ് അങ്ങനെ കരുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വീണയാണോ ഈ EDയുടെ ലക്ഷ്യം? ഇന്ത്യയിലാകെ തങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയെല്ലാം അഴിമതി കേസുകൾ ഉന്നയിച്ച് EDയെ ഇറക്കിവിട്ട്, ED എന്ന് പറയുന്നത് RSSൻ്റെ ഒരു പരിവാർ സംഘടനയായി മാറിയിരിക്കുക ഇന്ത്യയിൽ. EDയെ ഇറക്കിവിട്ട് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട BJP സർക്കാരിനുണ്ട്. അതിൻ്റെ ഭാഗമാണ്. നിയമപരമായി വീണ കുറ്റക്കാരിയാണ്. ഒരു കമ്പനിയുമായി അവരുണ്ടാക്കിയ കരാർ, അതിനുള്ള സേവനങ്ങൾ അവർ കൊടുത്തിട്ടില്ലെന്ന ആരോപണം ആ കമ്പനിക്കുണ്ടോ? എന്തിന്റെ പേരിലാണ് വീണയെ ഇങ്ങനെ ഒരു നിർത്തി വിചാരണ ചെയ്യുന്നത്? അല്ല, ആ വിഷയം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഈ സേവനം സംബന്ധിച്ച് SFIO ആണല്ലോ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ആണല്ലോ, തന്നെയാണ് ഇതിന്റെ കീ പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അതിന്റെ ഫൈനൽ റിപ്പോർട്ട് ആക്കിയിട്ടുള്ളത്. ഇപ്പോ ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് വീണയെ കേട്ടില്ല എന്നായിരുന്നു അന്നത്തെ വാദം. വീണയെ കേട്ട ശേഷമാണ് SFIOയുടെ റിപ്പോർട്ട്. SFIOയ്ക്ക് മുമ്പിൽ വീണ വളരെ കൃത്യമായി തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷവും 2,70,00,000 രൂപ സേവനത്തിനുള്ള പ്രതിഫലമായി അല്ലാതെ അവർ കൈപ്പറ്റി എന്നുള്ളതാണ് SFIOയുടെയും കണ്ടെത്തൽ. സേവനത്തിനാണെന്ന് ആ ഏജൻസിയെ കൺവിൻസ് ചെയ്യിക്കാൻ വീണ ടി എന്ന സംരംഭകയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് വേറൊരു വിഷയമാണ്. അതിന്റെ മെറിറ്റ് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുമുമ്പ് ED എന്ത് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കണമല്ലോ. ശ്രീ VP ശ്രീപത്മനാഭൻ, എന്തായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ലക്ഷ്യം? മിനിയാന്ന് ഒരു കോടതി ഉത്തരവ് ഉണ്ടാവുന്നു, അർദ്ധരാത്രി തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടാവുന്നു. ഇന്നലെ പുലർച്ചെ
6 മണിയാകുമ്പോഴേക്ക് 6:30 ആകുമ്പോഴേക്ക് പിണറായി വിജയന്റെ വിവിധ വസതികളിൽ എത്താൻ തക്കവണ്ണമുള്ള ആസൂത്രണം നടത്തുന്നു. അപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ വീണ തൈക്കൺ ഡീലിന്റെ HDFC ബാങ്കിലെ പാസ്ബുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാർഡ് അടച്ച് ഇങ്ങനെ ഒരു എക്സർസൈസ് നടത്തേണ്ട കാര്യമുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് CPM അക്കാര്യത്തിലൊരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് സംശയിക്കുന്നത്. അല്ല, ഒരു അന്വേഷണ ഏജൻസി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്ന് ആ അന്വേഷണ ഏജൻസി ആണ് തീരുമാനിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ സുപ്രീം കോടതിക്ക് പോലും ഇടപെടാൻ പാടില്ല. സുപ്രീം കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞാണ്, ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണത്തിൽ ഞങ്ങൾക്ക് പോലും ഇടപെടാൻ അധികാരമില്ല. ആരെയൊക്കെ ചോദ്യം ചെയ്യണം, ഏതൊക്കെ തെളിവുകൾ ശേഖരിക്കണം, ആരെയൊക്കെ സാക്ഷിയാക്കണം, ആരെയൊക്കെ പ്രതിയാക്കണം, എവിടെയൊക്കെ പരിശോധന നടത്തണം, ഇത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതിൽ ഞങ്ങൾക്ക് ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് പോലും നിർദ്ദേശം കൊടുക്കാൻ അധികാരമില്ല. പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കുറ്റപത്രം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറ്റപത്രം പരിശോധിക്കുന്ന കോടതികൾക്ക്, അത് വിചാരണ കോടതിയാവട്ടെ അപ്പീൽ കോടതികളാവട്ടെ, അവർക്ക് ഇത് പരിശോധിച്ചിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നത് ചെയ്തത് തെറ്റാണ്, ഇന്നത് ചെയ്യാതിരുന്നത് തെറ്റാണ് എന്ന് പറയാം. അപ്പോൾ അവിടെ മാത്രമേ പരിശോധന നടക്കുന്നുള്ളൂ. കുറ്റപത്രം ഫയൽ ചെയ്തതിന് ശേഷമാണ് പരിശോധന. അതാണ് അതിൻ്റെ ഒരു നിയമവശം. ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. നിയമവശവും രാഷ്ട്രീയ വശവും ഉണ്ടല്ലോ. തകർക്കാനാണ് നിയമവശവും രാഷ്ട്രീയ വശവും ഉണ്ടല്ലോ ശശി പത്മനാഭൻ. നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമീപകാല കേസുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയാമല്ലോ. ഈ രാജ്യത്ത് CBI എന്ന ഏജൻസിയെ കുറിച്ച് കൂട്ടിലടച്ച തത്ത എന്ന് UPA സർക്കാരിന്റെ കാലത്ത് ഇതേ സുപ്രീം കോടതി പറഞ്ഞതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 2014 ശേഷമുള്ള കേസുകളെ സംബന്ധിച്ച പല വിധത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിലുള്ളപ്പോൾ തികച്ചും നിയമപരമായി മാത്രം, നിയമത്തിന്റെ പർവ്യൂവിൽ നിന്ന് മാത്രം കാണേണ്ട ഒരു വിഷയമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കങ്ങൾ എന്ന് പറയാൻ കഴിയുമോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ടാ, നിങ്ങൾ എവിടെയുള്ളത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായില്ലേ? 25 കൊല്ലം ഭരിച്ച ത്രിപുര BJP നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. 2018 23 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങളെ നേരിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. എന്നിട്ടും നിങ്ങൾ തോറ്റു. അതിനുശേഷം 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, 24 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പിപ്പോയി. ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം അത്. ഇനി ബംഗാൾ, നിങ്ങൾ എവിടെയുള്ളത്? 1/2 സീറ്റോ 1 സീറ്റോ ആണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ, അവിടെ നിങ്ങൾ 550ഓളം പാർട്ടി ഓഫീസുകൾ തുറന്നതെന്ന മെയ് മാസം 4-ാം തീയതി BJP അധികാരത്തിൽ വന്നിട്ടാണ്. നിങ്ങൾ 550-ലധികം പാർട്ടി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചു വെച്ചതും നിങ്ങൾക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതുമായ ഓഫീസുകൾ തുറന്നത് മെയ് മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. നിങ്ങൾ ബംഗാളിൽ ഞങ്ങൾക്കൊരു ഭീഷണിയാണോ? നിങ്ങൾ ഇല്ലാണ്ടായി അവിടെ, നിങ്ങളെ ഇല്ലാതാക്കി ആ മമതാ ബാനർജി. അവരെ ഞങ്ങൾ തോൽപ്പിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ശ്വാസം വിടാൻ അവസരം കിട്ടിയിരിക്കുന്നത്. പിന്നെ കേരളത്തിൽ ഇവിടുത്തെ പ്രധാന മത്സരം നിങ്ങളും UDFും തമ്മിലല്ല. നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചത് തളിപ്പറമ്പിലും പിന്നെ അമ്പലപ്പുഴയിലും പയ്യന്നൂരും നിങ്ങളെ കോട്ടക്കുത്തളങ്ങളിലൊക്കെ നിങ്ങളെ തോൽപ്പിച്ചത് അവരല്ലേ? ഞങ്ങൾ ഇവിടുത്തെ 3ാമത്തെ കക്ഷിയല്ലേ? 3 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ 3 സീറ്റിനും തോറ്റത് നിങ്ങളെ മുന്നണിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ നിങ്ങളെ പ്രധാന മത്സരം UDFുമായിട്ടല്ലേ? അപ്പം ഞങ്ങളും നിങ്ങളും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് നിങ്ങൾ അമ്പിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ പ്രതാപമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി. ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റി. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഞങ്ങൾ ഉള്ള കാര്യം മുഖത്തോക്കി പറയാലോ, ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ അവസ്ഥ. നിങ്ങളിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷി, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഞങ്ങളുടെ മത്സരം കോൺഗ്രസുമായിട്ടാണ്. പരസ്യമായി ഞങ്ങളത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും പറയണ്ട, നിങ്ങളെ തകർക്കാനൊന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. അത് പയ്യന്നൂരിൽ കണ്ടതാണ്, തളിപ്പറമ്പിൽ കണ്ടതാണ്, അമ്പലപ്പുഴയിൽ കണ്ടതാണ്. ആളുകൾ തന്നെ ആ പണി എടുക്കുന്നുണ്ട്. ആ പണി ഞങ്ങൾക്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾക്ക് താല്പര്യം. ശ്രീ വി ആർ അനൂപ്,
കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് താമസിക്കുന്ന വാടക വീടാണ്, അദ്ദേഹത്തിന്റെ മകൾ കൂടി താമസിക്കുന്ന വീടാണ് റെയ്ഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കുടുംബ വീടും അദ്ദേഹത്തിന്റെ മരുമകന്റെ വീടും എല്ലാം റെയ്ഡ് ചെയ്ത ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ. വന്ന ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. UDF സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേക്കുറിച്ചുള്ള പ്രതികരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് 10 തവണ തിരക്കി. അദ്ദേഹം മൗനം അവലംബിക്കുകയാണ്. അദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ കാണാൻ എനിക്ക് വലിയ താല്പര്യമാണ്, നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ മാത്രം അദ്ദേഹം മൗനി ബാബയാവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിനെ കുറിച്ച്, ഈ റെയ്ഡിനെ പ്രതിരോധിച്ചതിനെ കുറിച്ചൊന്നും ഒരു വാചകം പോലും പ്രതികരണം കോൺഗ്രസ് പാർട്ടിക്കുമില്ലേ? തീർച്ചയായും അഭിലാഷെ, മുഖ്യമന്ത്രിയൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ED വിശുദ്ധ പശുവാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കെന്നല്ല ഒരു കോൺഗ്രസ്സുകാരനില്ലെന്നേ. ഞങ്ങളും ED വിമർശിച്ചിട്ടുണ്ട്. ED വിമർശനത്തിന് അതീതമല്ല. പക്ഷേ ED റെയ്ഡ് കഴിഞ്ഞ് പുറത്ത് കിടക്കുന്ന ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഞങ്ങളെയാണെന്ന് വിമർശിക്കുന്നത്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കാം, വേണമെങ്കിൽ വ്യക്തിപരമായി വിമർശിച്ചോളൂ. പക്ഷേ മോഡി എന്നൊരു വാക്ക്, അമിത്ഷാ എന്നൊരു വാക്ക് എന്തുകൊണ്ട് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറയുന്നില്ല? എന്തുകൊണ്ട് രാഷ്ട്രീയമായി EDയെ നിയന്ത്രിക്കുന്ന സംഘപരിവാറിനെതിരെ പറയാൻ തയ്യാറാവുന്നില്ല? കോൺഗ്രസിന് നേരെ ഉന്നയിക്കുന്ന വിമർശനം, ഞങ്ങളുടെ സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിമർശനം, സംഘപരിവാറിന് നേരെ വിമർശിക്കാൻ എന്താണ് പിണറായി വിജയന് ഭയം? അദ്ദേഹം എപ്പോഴും പറയുന്ന വാചകമുണ്ടല്ലോ, മടിയിൽ കനമുള്ളത് കൊണ്ടാണ് വഴിയിൽ പേടിക്കേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മടിയിൽ കനമുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് അതാ. ഈ പറയുന്ന പിണറായി വിജയന്റെ മകളുടെ വിഷയത്തിൽ തന്നെ 2 നിലപാടുകളുണ്ടല്ലോ CPM-നെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് ഈ പറയുന്ന വീണ എന്ന് പറയുന്ന ബഹുമാനായ പ്രതിപക്ഷ നേതാവിന്റെ മകളെ ആ ഒരു വ്യക്തിയായിട്ട് കാണാൻ കഴിയുന്നേ. വീണ തൈക്കണ്ടിയിൽ എന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ അങ്ങ് ശ്രദ്ധിക്കണം, അഭിലാഷ് ശ്രദ്ധിക്കണം, ഇവിടെ ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നത് വീണ വിജയനാ, MA ബേബിയും പറയുന്നത് വീണ വിജയനാ. മുൻ മുഖ്യമന്ത്രിയായ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകളായതിന്റെ പേരിലല്ലേ ഇവർ സംരക്ഷണം ഒരുക്കുന്നത്? ഇതേ കാര്യം കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ എന്താ ഇതേ നിലപാട് ഇവർക്കില്ലാതെ പോയത്? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി എന്ന് പറയുന്നത് അദ്ദേഹം SFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാ. അദ്ദേഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന സമരഭരിതമായൊരു ഭൂതകാലമുള്ള ആളാ. വീണ വിജയനെ പോലെ സ്വാശ്രയ കോളേജിൽ പഠിച്ച ആളല്ല. SFIക്ക് വേണ്ടി ജയിൽ വിളിച്ച് ലാത്തി ചാർജ് ഏറ്റുവാങ്ങി എന്ന പേരിൽ ഞങ്ങളുടെ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാവിനെ, സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പറെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നു, ടാർഗറ്റ് ചെയ്യുന്നു. അത് ഞങ്ങളെ ലക്ഷ്യം വെച്ചാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ പ്രതിരോധിക്കുന്നു. അത് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവിടുത്തെ വിഷയം ആ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിന്റെ അഭിപ്രായം, മുഖ്യമന്ത്രിയുടെ അഭിപ്രായം എന്നതാണ് എന്റെ ചോദ്യം. ഞാൻ അതിലേക്ക് വരാം അഭിലാഷേ. വീണയെ ആക്രമിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ മകളുടെ പേരിലാണ് എന്നുള്ള ലോജിക്ക് ബഹുമാന്യനായ കുഞ്ഞിക്കണ്ണൻ സഖ ഉന്നയിക്കുമ്പോൾ അതേ ലോജിക്ക് കോടിയേരി ബാലകൃഷ്ണന് ബാധകല്ലേ? അദ്ദേഹം അതേ പോളിറ്റ് ബ്യൂറോയിൽ അംഗമല്ലേ? അദ്ദേഹം CPM-ന്റെ പാർട്ടി സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പരിക്ഷീണിതമായ ഘട്ടത്തിൽ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണനോട് ഈ കരുണയുടെ 1000-ലൊരു അംശം ഈ പാർട്ടി കാണിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ചില വ്യക്തികളുടെ കാര്യത്തിൽ മാത്രം ആളുകളെ തെരുവിലിറക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ പറയുന്ന അദ്ദേഹം പറയുന്നു, ഞാൻ അംഗീകരിക്കുന്നു, പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് വീണ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കേന്ദ്ര ഏജൻസി വീണയെ തിരക്കി വരുന്നു എന്ന് പറഞ്ഞാൽ അതേ ലോജിക്ക്, അതേ യുക്തി കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ബാധകമല്ലേ? അവിടെ 2 തരത്തിലുള്ള സമീപനം. ബിനീഷ് കോടിയേരി പോലും പറയുന്നത് എന്താ? ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സന്ദർഭത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് ബിനീഷിന് പോലും ഉള്ളത്. ബിനീഷ് പോലും എൻ്റെ കാര്യത്തിലും വീണയുടെ കാര്യത്തിലും ഒരേ സമീപനമായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അത് കേരളം കണ്ടതാണ്. ഇത് ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്നതിൻ്റെ പ്രശ്നമാണ് കേരളത്തിനകത്ത് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ചു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ഉത്തരം പറയേണ്ട വിഷയമൊന്നുമല്ല ഇത്. കേരളത്തിൽ ED റെയ്ഡ് നടന്നാൽ അതിനകത്ത് റെയ്ഡ് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലെന്നേ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ഞങ്ങളല്ല റെയ്ഡ് നടത്തിയത്, ഞങ്ങളോട് അന്വേഷിച്ചിട്ടല്ല, ഞങ്ങളുടെ ആഭ്യന്തര ഭരണ സംവിധാനത്തെ ആശ്രയിച്ചല്ല. ഇവിടെ CPM-ഉം ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഒരു ED എന്ന് പറഞ്ഞ അന്വേഷണ ഏജൻസിയും തമ്മിലുള്ള റെയ്ഡ് ആണെങ്കിലും, റെയ്ഡ് നാടകമാണെങ്കിലും അതിന് ഉത്തരം പറയേണ്ടത് ആരാ? ഈ ബന്ധപ്പെട്ട ആളുകളാ. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പിണറായി വിജയന്
പിണറായി വിജയന്റെ പാർട്ടിക്ക്, മോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ ഈ സന്ദർഭത്തിൽ സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള നിങ്ങൾ എന്തിന് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയണം? ഈ റെയ്ഡ് നടത്തിയ ഏജൻസിക്കെതിരെ, ആ ഏജൻസിയെ നയിക്കുന്നവർക്കെതിരെ ആർജവത്തോടെ സംസാരിക്കാൻ റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പിണറായി വിജയന് എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ള കാര്യമാണെന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ സംസാരിച്ചില്ല എന്നുള്ളതല്ല, ഞങ്ങൾ ഇതിന് കക്ഷിയല്ലെന്നേ. പിണറായി വിജയൻ എന്തുകൊണ്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷാക്കെതിരെ സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് വീണ വിജയന്റെ കേസ് വരുമ്പോൾ മാത്രം ഒരു ന്യായം? എന്തുകൊണ്ട് ബിനീഷ് കൊടിയേരിയുടെ കാര്യത്തിൽ ബാധകമാകുന്നില്ല? ഇത്തരം കാര്യങ്ങൾ ആരൊക്കെ നിഷേധിച്ചാലും തമസ്കരിച്ചാലും കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. ശരി, ഓക്കെ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നമുക്ക് ഒരുമിച്ചങ്ങിറങ്ങാം എന്ന് പിണറായി വിജയൻ ഇന്നലെ ഈ സംഘർഷത്തിനിടയിൽ മാധ്യമങ്ങളുടെ മൈക്കിലൂടെ പറയുന്നത് കേട്ടു. എന്തിനാണ് ഒന്നിച്ചിറങ്ങുന്നത്? ഒന്നിച്ചിറങ്ങാൻ എന്തായാലും CPM തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കപ്പെടുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരുമിച്ച് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, ഇത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിയും അദ്ദേഹത്തിന്റെ മകളും മറ്റൊരു കമ്പനിയുമായി ഏർപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിമാസം 8 ലക്ഷം രൂപ വെച്ച് കൺസൾട്ടൻസി ഫീസ് മകൾക്ക് 5 ലക്ഷം രൂപയും പിന്നെ സ്ഥാപനത്തിന് 3 ലക്ഷം രൂപയും എന്ന നിലയിൽ 1,72,00,000 രൂപ വീണ തൈക്കണ്ടിലിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീണ തൈക്കണ്ടിലിന്റെയും ഈ എക്സാലോജിക്കിന്റെയും അക്കൗണ്ടുകളിലേക്ക്. പിന്നെ അതല്ലാതെ വേറെയുമുണ്ട് എന്ന് SFIO പറയുന്നു. അങ്ങനെ മൊത്തം 2,70,00,000. ക്രോണിക് ക്യാപിറ്റലിസത്തെ ഒക്കെ എതിർക്കുന്ന ആളുകളല്ലേ, കൃത്യമായി എന്ത് സേവനം എന്ന് ആ സംരംഭകയ്ക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയുടെ വേണ്ടപ്പെട്ടവരിലേക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട വലിയ പണക്കാർ പണം എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഒരു രൂപമായും കാണുന്നില്ല. അതൊക്കെ പൊളിറ്റിക്സിൽ, അധികാര രാഷ്ട്രീയത്തിൽ അനുവദനീയമാണ് എന്നാണോ? ഇതിന്റെ ഒരു രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യണമല്ലോ. എല്ലാവരും കൂടി അങ്ങ് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഈ നടന്ന കാര്യത്തെ പ്രതിരോധിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങുമ്പോൾ അതിന്റെ രാഷ്ട്രീയം എന്താണ്? അഭിലാഷ് പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പത്മനാഭൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീ പത്മനാഭൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബംഗാളിലും ത്രിപുരയിലുമൊക്കെ CPM തകർന്നു പോയില്ലേ എന്ന് ആർമാദിച്ച് ഇതുപോലുള്ളൊരു ചാനൽ ചർച്ചയിൽ പറയുമ്പം ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഈ സുവേന്ദു അധികാരി ആരാ? തൃണമൂലിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. അദ്ദേഹത്തെ നിങ്ങൾ പിടികൂടി ഇതേ EDയെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് എങ്ങനെ ശാരദാ ചിറ്റ്സ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിൽ വലിയ കുംഭകോണം നടത്തി, ആയിരക്കണക്കിന് കോടികളുടെ തട്ടിപ്പ് നടത്തി എന്ന ആരോപണ നിങ്ങൾ എന്താ ചെയ്തത്? പത്മനാഭൻ, ശ്രീ പത്മനാഭൻ പറ, എന്താ ചെയ്തത്? ഈ സുവേന്ദു അധികാരിയെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ BJPയിലേക്ക് കൊണ്ടുവന്നു, മമതയിൽ നിന്ന് തട്ടിയെടുത്തു. എന്നിട്ടാണ് നിങ്ങളിപ്പോൾ എന്തുണ്ടാക്കിയിരിക്കുന്നത്? അവിടെ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രിപുരയിലേക്ക് പോയാലോ, ത്രിപുരയിലെ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആള്, ത്രിപുരയിലെ BJPയുടെ നേതാക്കൾ, ത്രിപുര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഴുവൻ ആളുകളാണ് എൻ ബ്ലോക്കായിട്ട് നിങ്ങൾ പിടിച്ചു. എങ്ങനെയാ പിടിച്ച്? പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് പെടുത്തി. അപ്പോൾ രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ഒരാശയത്തിൻ്റെ പ്രയോഗമാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ആശയങ്ങളുടെ സ്വാധീനം കൊണ്ടാണോ നിങ്ങൾ ഇന്ത്യ രാജ്യത്തെല്ലാം അധികാരം പിടിച്ചത്? നിങ്ങൾ ED ഉപയോഗിച്ചിട്ടില്ലേ? നിങ്ങൾ CBI ഉപയോഗിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ സുപ്രീം കോടതി ഈ അന്വേഷണ ഏജൻസികളെ കുറിച്ച് പറഞ്ഞ ആദർശവാക്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, അതേ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ CBI കേന്ദ്ര ഏജൻസികൾ കൂട്ടിലെ തത്തയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടിലെ തത്തകളെ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് എതിർക്കേണ്ട ആളുകളെ, നിങ്ങൾക്ക് തകർക്കേണ്ട ആളുകളെ വേട്ടപ്പട്ടികളെ അഴിച്ചുവിടുന്നത് പോലെ EDയെ അഴിച്ചുവിടുകയാണ്. ഇതൊരൊറ്റ പിണറായി വിജയന്റെ ഒറ്റപ്പെട്ട പ്രശ്നമാണോ? രാജ്യത്താകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമല്ലേ? നിങ്ങൾ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന് ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ എല്ലാ ഏജൻസികളെയും നിങ്ങൾ എന്താണ്, നിങ്ങൾ ഹൈജാക്ക് ചെയ്യുകയാണ്, നിങ്ങൾ തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് സംഘപരിവാറിന്റെ ഒരു സംഘത്തെ പോലെ, ഒരു പരിവാർ കുടുംബാംഗത്തെ പോലെ കേന്ദ്ര ഏജൻസികളെ, ഭരണഘടനാ സംവിധാനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് നിങ്ങളുടെ എതിരാളികളെ തകർക്കാൻ. ഇനി അഭിലാഷ് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാലോ? അഭിലാഷ് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപ് ഒന്ന് മനസ്സിരുത്തി ഇത് കേൾക്കണം. എന്താണെന്നറിയോ? ഈ ED കണ്ടെത്തിയ ഈ ഡയറിയിൽ ശ്രീമതി വീണ വിജയൻ്റെ പേര് മാത്രമല്ല, വീണയായാലും വീണ വിജയനായാലും വീണ തൈക്കണ്ടി ആയാലും എന്താണ്, നമ്മൾ ഒരു പേരുദ്ധരിക്കുന്ന ആളാരാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനില്ലേ? അപ്പോൾ തൈക്കണ്ടിയാണോ വിജയനാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള അപനിർമ്മാണം വേണോ? അഭിലാഷും അതേപോലെ തന്നെ അനൂപും അങ്ങനെ നടത്തേണ്ടതുണ്ടോ? വീണ വിജയൻ മാത്രമല്ല, വീണ വിജയൻ കൃത്യമായ അവരുടെ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്, ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 1,72,00,000
ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത്. അതിനുള്ള GST അടച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ നികുതി ബാധ്യതകളും തീർത്ത പണമാണ്. ആ പണം എങ്ങനെയാണ് അഭിലാഷെ കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് തട്ടിപ്പാകുന്നത്? അതെങ്ങനെയാണ് ഫ്രോഡാവുന്നത്? അപ്പോൾ നിങ്ങൾ ഫ്രോഡാണെന്ന് ആരോപിക്കുകയാണ്. ഈ കമ്പനി വീണ വിജയനിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സേവനം കിട്ടിയിട്ടില്ല. പറഞ്ഞ കാര്യമാണ്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രോമിനന്റ് പേഴ്സണുമായി ഉള്ള ബന്ധം മാത്രമാണ് അവർക്ക് ഈ പണം അവരുടെ അക്കൗണ്ടിൽ എത്താനുള്ള കാരണം എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, എതിർ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറഞ്ഞതല്ല, 2 പ്രധാനപ്പെട്ട ഏജൻസികൾ പറഞ്ഞതാണ്. അപ്പോൾ അഭിലാഷോട് ഞാനൊരു കാര്യം പറയാം. അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആ നിയമപാലന സംവിധാനത്തിലെ കുറ്റാന്വേഷണ ഏജൻസികൾ ഏതെങ്കിലും ഒരു കേസിനെ കുറിച്ച് അന്വേഷണം നടത്തി സമർപ്പിക്കുന്ന റിപ്പോർട്ട് അതൊരു അന്വേഷണ രേഖ മാത്രമാണ്. ആ ഏജൻസിയെ നിർണ്ണയിക്കുന്ന, ആ ഏജൻസിയെ സ്വാധീനിക്കുന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിലുണ്ടാവും. അത് കോടതിയിൽ പോയി വീണ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്ന് കോടതി പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വീണ ഫ്രോഡാണ് എന്ന് പറഞ്ഞ് അവർക്കെതിരായിട്ട് അങ്ങനെ SFIO അന്വേഷണം അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണ്. അതുകൊണ്ട് പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടുന്നതിനെ ഞങ്ങൾ നോക്കി നടപ്പുള്ള കാര്യമല്ല എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിയല്ല. അഭിലാഷെ അതൊരു അന്വേഷണ ഏജൻസിയല്ല. ഞാൻ പറയട്ടെ, ഈ കമ്പനിയെയും ആദായ നികുതി വകുപ്പിനെയും കേട്ട് ഈ കമ്പനിയെ ഞാൻ ഉദ്ദേശിച്ചത് CMRL ആണ്, സെറ്റിൽമെന്റ് ആണ്. അല്ല, അതെ എക്സാലോജിക്കുമായിട്ടുള്ള എന്ത് സെറ്റിൽമെന്റ് ആയാലും അത് നിയമപരമായി ബാങ്ക് വഴി നടന്നിട്ടുള്ള മണി ട്രാൻസാക്ഷൻ. അതിന് വീണയുടെ കമ്പനി, വീണ എന്ന വ്യക്തി GST അടച്ചിട്ടുണ്ട്, സർവ്വ നികുതി ബാധ്യതകളും തീർത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പണം കൈപ്പറ്റിയതിനെ എങ്ങനെയാണ് ഫ്രോഡായി കാണുക എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കേരളീയ സമൂഹത്തിന് മനസ്സിലാക്കും. ഇതിന് പിറകിലുള്ള രാഷ്ട്രീയ അജണ്ട സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. ഇനി ഇത്തരം ഏജൻസികൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്ക് വേട്ടയാടാൻ വരുമ്പോൾ പ്രതിഷേധം ഉണ്ടാകും. അഭിലാഷ് ഓർമ്മിക്കണം, ഈ ബാങ്കിംഗ് ചാനൽ വഴിയാണ് നികുതി ബാധ്യതകൾ തീർത്തിട്ടുണ്ട്. ഈ 2 കാര്യം എടുത്താൽ, ഈ 2 കാര്യം കഴിഞ്ഞാലും ശരി, നികുതി ബാധ്യതകൾ തീർത്ത ബാങ്കിംഗ് ചാനലിലൂടെ വന്ന പണം എന്തിനുള്ള പണമാണെന്ന ചോദ്യം, എന്ത് ആവശ്യത്തിനുള്ള, എന്ത് പർപ്പസിനുള്ള, എന്ത് പർപ്പസ് നിറവേറ്റിയതിനുള്ള, എന്ത് സേവനം കൈപ്പറ്റിയതിനുള്ള പ്രതിഫലമാണ് എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അത് വിശദീകരിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് ചാനൽ വഴി സ്വീകരിച്ചുവെന്നോ നികുതി ബാധ്യത നിറവേറ്റിയെന്നോ ഉള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഏത് സേവനം, ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത് പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട് ആ ചോദ്യം. അഭിലാഷേ അത് നിയമപരമായി യുക്തിപരമായി വിശദീകരിക്കപ്പെടേണ്ട പ്രശ്നമാണ്. ആ കമ്പനി അഭിലാഷിൻ്റെ അടുത്തും ഇവിടുത്തെ EDയുടെ അടുത്തും പരാതി പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു കൺസൾട്ടൻസി ആയിട്ട് ഒരു IT കൺസൾട്ടൻസിയുമായി കരാറുണ്ടാക്കിയിട്ട് അവർ ആനുവൽ മെയിൻ്റെനൻസ് വേണ്ട പോലെ ഞങ്ങൾക്ക് ചെയ്തു തന്നില്ല, ഞങ്ങളുടെ പണം അവർ പറ്റുകയാണ്. ഇതാണോ പരാതി? പരാതി അതല്ലല്ലോ. പരാതി എന്താണ്? ആ കമ്പനി തെറ്റായ രീതിയിൽ പണം സൂക്ഷിക്കുന്നു, ഇപ്പോൾ തെറ്റായ രീതിയിൽ പണം സൂക്ഷിച്ച് ആദായ നികുതി വെട്ടിപ്പ് നടത്തുന്നു. ഇതൊക്കെയല്ലേ? അത് ആ കമ്പനിയുടെ പ്രശ്നമല്ലേ? വീണ വിജയൻ്റെ കമ്പനി, ആ കമ്പനി ഇവരുമായിട്ട് ആനുവൽ മെയിൻ്റെനൻസിനുള്ള കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രകാരം എന്താണ് അവർക്ക് പ്രതിഫലമായിട്ട് 1,72,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. അത് GST അടച്ചിട്ടുണ്ട്, സർവ്വ നികുതി ബാധ്യതകളും തീർത്തിട്ടുണ്ട്. അത് നിയമപരമായ പണമാണ്. അതെങ്ങനെയാണ് കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് കള്ളപ്പണമല്ലാത്ത ഒരു പണം കൈപ്പറ്റിയതിന് എങ്ങനെയാണ് ഈ ഫ്രോഡ്? അത് ഫ്രോഡാണെന്ന് പറഞ്ഞുകൊണ്ട് SFIO അന്വേഷിക്കുക. 2023 മുതൽ ആവർത്തിക്കപ്പെടുന്ന വാചകങ്ങളാണിവ. 2023 മുതൽ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുമാണിവ. അവിടെ ഒന്നും 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഈ വിഷയത്തിന് ഒരു പരിമിതി. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി വരാം. ചർച്ചയിലേക്ക് വീണു VP ശ്രീ പത്മനാഭൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ എടുത്തിട്ടുള്ള നടപടികൾ, ആരൊക്കെ അവരുടെ സ്കാനറിൽ ഉണ്ടായിരുന്നു, പിന്നെ ആരൊക്കെ വാഷിംഗ് മെഷീനിൽ കയറി, പ്രത്യേകിച്ച് പൊളിറ്റിക്കലി BJPക്ക് വളരെ സെൻസിറ്റീവ് ആയിരുന്ന സംസ്ഥാനങ്ങൾ. വെസ്റ്റ് ബംഗാളിന് ഉദാഹരണം ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. അതേപോലെ മഹാരാഷ്ട്ര, നമുക്കറിയാം അശോക് ചവാനും പ്രഫുൽ പട്ടേലും മരിച്ചുപോയ അജിത് പവാറും ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പക്ഷത്തേക്ക് വന്നതെന്നൊക്കെ, അത് വലിയ ശതകോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ വളരെ പരിശുദ്ധമാണ്, അവർ നേരായ മാർഗത്തിൽ നിയമം വഴി മാത്രം മുന്നോട്ട് പോകുന്നവയാണെന്നൊക്കെ വാദിക്കാമെന്നുള്ളതേ ഉള്ളൂ. ജനങ്ങൾക്ക് അതിൻ്റെ കാര്യം അറിയാമോ? എൻ്റെ ചോദ്യം പക്ഷേ അതല്ല. നേരത്തെ പറഞ്ഞു CPMനെ ഞങ്ങൾക്ക് ലക്ഷ്യം വെക്കേണ്ട കാര്യമില്ല,
CPM അല്ല ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസി ഇറങ്ങിയിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്? അതാണ് ഇവിടുത്തെ മൗലികമായ ഒരു സംശയം. കാരണം ഈ കർത്തായുടെ ഡയറി കൂടി 2019 ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയിരുന്നു. അതിൽ ഈ CFOയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രേഖകളിൽ ചില കൈകൊണ്ടെഴുതിയ കുറിപ്പുകളുണ്ട്, ചില പേരുകളുണ്ട്, ചില എൻട്രികളുണ്ട്. അവ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെയാണ്, ഇപ്പോൾ ഭരിക്കുന്നവരുടെ അടക്കം. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം അന്വേഷിച്ച് ഇനി അടുത്തത് എങ്ങോട്ടാണ് എന്ന ചോദ്യവും സംശയവും ഉണ്ടാവുന്നുണ്ടോ? അല്ല, ഞാനിതിൽ വേറെ വശമുണ്ട്. ഇവർ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞ കുറേ കാലമായി പറയുകയാണ് ഈ പൈസ വാങ്ങിയിരിക്കുന്നത് സർവീസിനുള്ള ചാർജായി, അതായത് കൂലിയായിട്ടാണ്, സേവനത്തിനുള്ള കൂലിയാണ്, ചെയ്ത ജോലിയുടെ കൂലിയാണ്, അതിനൊരു കരാറുണ്ട്, ആ കരാറ് പ്രകാരം ഉള്ള കൂലിയാണ്. 1. 2, അതിന് ഞങ്ങൾ ടാക്സ് കെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ വരുമാനമാണല്ലോ, അതിന് ടാക്സ് കെട്ടിയിട്ടുണ്ട്, GST കെട്ടിയിട്ടുണ്ട് എന്ന്. ഈ വാദമൊക്കെ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ എടുത്തിരുന്നില്ലേ? അതായത് SFIO ഇതൊരു സീരിയസ് ഫ്രോഡായിട്ട് കണ്ടു. എന്താണ് SFIOയുടെ ഫുൾ ഫോം? എന്താ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ്. ഈ ഫ്രോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം തട്ടിപ്പാണ്. അപ്പോൾ സീരിയസ് തട്ടിപ്പാണ്, ഗുരുതരമായ തട്ടിപ്പ് അന്വേഷിക്കുന്ന ഓഫീസാണ് അത്. അതാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ്. അപ്പോൾ അതൊരു സീരിയസ് ഫ്രോഡുകൾ മാത്രമേ അന്വേഷിക്കുള്ളൂ. അവർ ചെറിയ കേസുകളൊക്കെ അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, അവർ അന്വേഷിക്കാറില്ല. കാരണം അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർക്ക് നേരം ഉണ്ടാവില്ല, അവരുടെ മാൻ പവർ അതുകൊണ്ടായിരിക്കും ആ നിയമം ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ സീരിയസ് ഫ്രോഡ് അന്വേഷിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത്. അപ്പോൾ സീരിയസ് ആയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഒരു കമ്പനി വേറൊരു കമ്പനിക്ക് പണം കൊടുക്കുന്നത് ചില നിബന്ധനകൾക്കും നിയമങ്ങൾക്കും അനുസൃതമായിട്ടേ കൊടുക്കാവൂ. അങ്ങനെ അല്ലാണ്ട് കൊടുത്താൽ അതൊരു ഫ്രോഡായി കണക്കാക്കും, അതിനെ വരുമാനമായി, അതിനെ ചെലവായി കണക്കാക്കാൻ പറ്റില്ല. അപ്പം ഇത് ചെലവല്ല, ഇത് നിങ്ങൾ മറ്റെന്തോ ആവശ്യത്തിന് കൊടുത്ത പൈസയാണ്, നിങ്ങളുടെ ജെനുവിനായ, നിങ്ങളുടെ സത്യസന്ധമായ ചെലവല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് ടാക്സ് വിളിക്കാൻ പോയത്. അപ്പോഴാണ് അവരത് സെറ്റിൽമെൻ്റ് ആക്കിയത്. അതിൻ്റെ പേരിൽ അന്വേഷണത്തിലാണ് ഇത് എന്തിനു വേണ്ടിയാണ് കൊടുത്തത് എന്ന് ആ കൊടുത്തവർക്ക് പറയാൻ പറ്റാണ്ടായപ്പോഴാണ് അത് SFIO കേസ് അന്വേഷിക്കുന്നത്. അവിടെ വീണ വിജയനെ വിളിച്ചു ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടികൾ തൃപ്തികരമല്ലാത്തത് കൊണ്ടാണ് കുറ്റപത്രം ഫയൽ ചെയ്തത്. അതിനുശേഷം ED വരുമ്പോൾ ഇത് മണി ലോണ്ടറിംഗ് ആണ്, കള്ളപ്പണമാണ്, ഇത് വെളുപ്പിച്ചതാണ്, നികുതി അടച്ച് GST അടച്ച് വെളുപ്പിച്ചതാണ് എന്നുള്ള വാദം അവരെടുത്ത് അന്വേഷണം തുടങ്ങിയപ്പോൾ 3 ഹൈക്കോടതിയിൽ പോയി, എന്നിട്ട് തടസ്സവാദം ഉന്നയിച്ചു. ഈ വാദം കേരള ഹൈക്കോടതിയിൽ എടുത്തില്ല. ഇവിടെ കുഞ്ഞിക്കണ്ണൻ വാദിക്കുന്ന ഈ 2 വാദങ്ങൾ ഇതൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സേവനത്തിൻ്റെ കൂലിയാണ് എന്ന വാദവും, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലല്ല എന്ന വാദവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ലേ? എന്നിട്ടല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. EDൻ്റെ പണി എന്താ? 2 പണിയാണ്. 1, കള്ളപ്പണം വെളുപ്പിച്ചത് അന്വേഷിക്കുക. 2, വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന, അനധികൃതമായി കൊണ്ടുവരുന്ന പണത്തെ പറ്റി അന്വേഷിക്കുക. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞ കള്ളപ്പണം വെളുപ്പിച്ചത് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തു. അപ്പം നിങ്ങളുടെ വാദം ഹൈക്കോടതി പൊളിഞ്ഞില്ലേ? ഇനി നിങ്ങളുടെ മുമ്പിൽ എന്താ ഒരു മാർഗം? നിങ്ങൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം. അല്ലാണ്ട് ED ഉദ്യോഗസ്ഥന്മാരെ നെഞ്ഞത്തേക്ക് കല്ലെടുത്തെറിയലല്ല, അവരെ തടയലല്ല, ചീമുട്ട എറിയലല്ല, ഇഷ്ടിക എടുത്തിട്ട് അവരെ വരുന്ന ഏതോ പാവപ്പെട്ട ടാക്സി ഡ്രൈവറെ ടാക്സി അടിച്ചു പൊളിക്കലല്ല, അവരുടെ കണ്ണിന് ആക്രമിക്കലല്ല. ഇതല്ല. നിങ്ങൾ സുപ്രീം കോടതി പോയിട്ട് ഈ വാദം ഉന്നയിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുമോ നോക്കി ED അന്വേഷണം. അതല്ലേ രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ മാർഗം? അതല്ലേ? അപ്പം അത് ചെയ്യാതെ നിങ്ങൾ സ്വീകരിച്ച മാർഗം, നിങ്ങൾക്കിപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായപ്പോൾ അതങ്ങനെയാണ്. ഈ വാദമൊക്കെ കോടതി കേട്ടതല്ലേ, കേട്ട് തള്ളിക്കളഞ്ഞതല്ലേ? അതുകൊണ്ടല്ലേ EDക്ക് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തത്? അതല്ലേ? പിന്നെ ബംഗാളത്തെ കാര്യം പറഞ്ഞു. 35 കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസ ബംഗാളിലെ ജനതയ്ക്ക് കൊടുത്തത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തത്? രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തത് നിങ്ങൾ കൊടുത്ത രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണ്. വീണാത്തൈക്കണ്ടിയിലിന്റെ പണമിടപാട് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട പണമിടപാട് മാത്രമാണോ റഡാറിലുള്ളത്? അവിടെ അങ്ങനെയാണെങ്കിൽ പരമാവധി 2,70,00,000 രൂപ, 100 കോടി 130 കോടിക്ക് അപ്പുറത്തുള്ള പണത്തിന്റെ കൃത്യമായ കണക്കുകൾ എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ ട്രാൻസാക്ഷൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ 2,80,00,000 കാര്യം മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ ED ഇറങ്ങിയിട്ടുള്ളത്? മണി ലോണ്ടറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുവോ? അല്ല, അത് എനിക്ക് പറയാൻ പറ്റില്ല.
എനിക്ക് ഇഡിക്ക് വേണ്ടി സംസാരിക്കാൻ അധികാരമില്ല, ഞാനത് ചെയ്യുകയില്ല, എൻ്റെ ജോലിയല്ല. അത് അവർ തീരുമാനിക്കണം. കുറേ പേരുണ്ടെന്ന് പറയുന്നു, അത് കള്ളപ്പണം വെളുപ്പിച്ചതാണോ എനിക്കറിയില്ല. അത് ഇഡി പരിശോധിക്കട്ടെ, പരിശോധിച്ചിട്ട് അവർ കണ്ടെത്തട്ടെ അത് കള്ളപ്പണം വെളുപ്പിച്ചതാണോ അല്ലയോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവർ മുന്നോട്ട് പോകട്ടെ. നമ്മളതിൽ അഭിപ്രായം പറയാൻ നമ്മളാളല്ല, നമ്മളെ ജോലി അതല്ല. ഞാനിവിടെ ഇഡിക്ക് വേണ്ടി ഇരിക്കുന്ന ആളല്ല, ഇഡിയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇഡി ഉദ്യോഗസ്ഥനായി ഞാൻ സംസാരിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കതറിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ അവർക്ക് അതിന് ഉത്തരം പറഞ്ഞേക്കാം. ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പറയാൻ അധികാരമുണ്ട്. നമുക്കത് രാഷ്ട്രീയപരമായി അത് പറയാൻ അധികാരമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് അവരന്വേഷിക്കില്ല എന്നോ അന്വേഷിക്കുമെന്നോ പറയാൻ ഞാനാണല്ല. അത് കാത്തിരുന്ന് കാണാം. ശരി, ശ്രീവിയാർ അനൂപ്, കോൺഗ്രസിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാവാത്തത് ഈ കാരണം കൊണ്ടാണോ? ഇപ്പോഴത്തെ മന്ത്രിസഭാ അംഗങ്ങൾ അടക്കം കർത്താ ഡയറിയിൽ പേരുള്ളവരാണ്. ഒരു സുപ്രീം കോടതി നിർദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ഈ തരത്തിലുള്ള പേന കൊണ്ട് എഴുതിയ എൻട്രി ഒന്നും വാലിഡ് ആയ നിലയിൽ അന്വേഷിക്കപ്പെടുന്ന സാഹചര്യം വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ കർത്താ ഡയറി എന്നുള്ളത് ഒരു ട്രാപ്പായി വരുമെന്ന് ഭയക്കുന്നുണ്ടോ നിങ്ങൾ? ഒരിക്കലും അഭിലാഷേ, ഇവിടെ ഏത് ഡയറി വെച്ച് എന്ത് അന്വേഷണം നടത്തുന്നതിനും കോൺഗ്രസ് എതിരല്ലെന്നേ. അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഒരാളും നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തില്ല, തെരുവിലിറങ്ങില്ല, കാർ ആക്രമിക്കില്ല, അന്വേഷണം തുടരട്ടേന്നേ. കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയുക? ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടെന്നേ. ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇതുമായി ഇഡി റെയ്ഡ് നടന്ന ആദ്യ സന്ദർഭത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് അസന്നിഗ്ധമാക്കി വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞത് എന്താ? ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് നടന്നൊരു റെയ്ഡല്ല. പിന്നെ ബഹുമാനായ കെ മുരളീധരൻ ഇതിനെക്കുറിച്ച് രാഷ്ട്രീയമായ ഒരു അഭിപ്രായം പറഞ്ഞു. ഇഡിയെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല, ഇഡി എവിടെ വേണമെങ്കിലും വരാവുന്ന ഒരു ഏജൻസി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് ഭയപ്പെടുന്നുണ്ടോ എന്ന്. അല്ല, ഞാനത് തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ കാറ് തകർക്കില്ല, ഞങ്ങൾ അതിൻ്റെ പേരിൽ നിയമ സംവിധാനത്തെ തടസ്സപ്പെടുത്തില്ല. ഞങ്ങൾ ഏത് അന്വേഷണവും എപ്പോൾ വേണമെങ്കിലും നേരിടാൻ സജ്ജമായി നിൽക്കുകയാണെന്നേ. ഞങ്ങൾക്കത് പ്രശ്നമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ബിനീഷ് കൊടിയേരിക്കെതിരെ ഇത്തരമൊരു കേസ് വന്നപ്പോൾ അന്ന് ഒറ്റയ്ക്ക് നേരിടണമെന്ന് ബിനീഷ് കൊടിയേരിയുടെ പിതാവിനെ കൊണ്ട് പറയിപ്പിച്ച പാർട്ടി ഇന്ന് വീണയുടെ പിതാവിനെ കൊണ്ട് പറയുന്നത് എന്താ? വീണയുടെ പിതാവ് പറയുന്നത് എന്താ? നമ്മൾ ഒരുമിച്ചിറങ്ങാന്ന്. ബിനീഷ് ആകുമ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങണം, എന്നാൽ വീണയാവുമ്പോൾ ഒരുമിച്ചിറങ്ങണം. ഈ ലോജിക്ക്, ഈ യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം കേരളം ചർച്ച ചെയ്യില്ല അഭിലാഷേ. വീണയ്ക്ക് വേണ്ടി പാർട്ടി ഒരുമിച്ചിറങ്ങുന്നു, ബിനീഷിന് വേണ്ടി ബിനീഷ് ഒറ്റയ്ക്ക് ഇറങ്ങണം. എന്താ ഇത് വിശദീകരിക്കണം കേരളത്തിലെ CPIM. കേരളത്തിലെ CPIM വിശദീകരിക്കാൻ ബാധ്യസ്ഥയാണെന്നേ. അതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളിതിൽ കക്ഷിയേ അല്ല. പക്ഷെ CPIMനെ സംബന്ധിച്ച് ഈ പ്രശ്നം എന്തുകൊണ്ട് ബിനീഷ് ഒറ്റയ്ക്ക് ഇറങ്ങണമെന്നും വീണയാകുമ്പോൾ ഒരുമിച്ചിറങ്ങണമെന്നും പറയുന്ന യുക്തി അല്ലെങ്കിൽ യുക്തിരാഹിത്യം CPM എന്ന പാർട്ടി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ്. രണ്ടാമത്തെ കാര്യം, റെയ്ഡ് കഴിഞ്ഞു. ഇഡിയുടെ റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വിമർശിക്കാം, പക്ഷെ എന്തുകൊണ്ട് മോദിയെ കുറിച്ചൊരു വാക്ക്, അമിത്ഷായെ കുറിച്ചൊരു വാക്ക് പറയുന്നില്ല? ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഞങ്ങൾ നേരത്തെ അഭിലാഷ് എന്നോട് ചോദിച്ചു, ഡയറി പരിശോധിക്കട്ടെ, കേസെടുക്കട്ടെ, സെക്രട്ടേറിയറ്റിലോ വീട്ടിലോ വരട്ടെ. കോൺഗ്രസ് പാർട്ടി ഇത്തരം ഒരു അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങളതിനെ രാഷ്ട്രീയമായി നേരിടില്ല, നിയമപരമായി പോകാമെന്നേ. എല്ലാ കാലത്തും CPIM പറയുന്നത് എന്താ? നിയമപരമായി നേരിടുന്നതിന് നിയമപരമായി നേരിടും, രാഷ്ട്രീയം. SFIOയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് 2014-15 ഫിനാൻഷ്യൽ ഇയർ തൊട്ട് 2022-23 ഫിനാൻഷ്യൽ ഇയർ വരെ മൊത്തം 123.66 കോടിയുടെ മിസ്അപ്രോപ്രിയേഷൻ ഈ CMRL കമ്പനി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ 2.7 crores ആണ് വീണ ടീമുമായി ബന്ധപ്പെട്ട സംഗതി. ബാക്കി എന്ന് പറഞ്ഞാൽ 121 കോടിയുടെ കണക്ക് വേറെ കിടക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീണയിൽ മാത്രം നിൽക്കുമോ എന്ന ചോദ്യം വരുന്നത്. അത് അന്വേഷിക്കണ്ടേ? അല്ല, വീണയിൽ മാത്രം നിൽക്കണമെന്ന് ആർക്കാ നിർബന്ധം? ഈ പറയുന്ന ലഭ്യമായ തെളിവുകളുടെയോ ഈ പറയപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാലോ. അത്തരം ഏതെങ്കിലും അന്വേഷണത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ? അന്വേഷണം നടത്തിയ ആളുകൾ തിരിച്ചു പോവില്ല എന്ന് പറയുന്നുണ്ടോ? ഞങ്ങൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? ഞങ്ങളുടെ ആളുകൾ തെരുവിലിറങ്ങുന്നുണ്ടോ? ഞങ്ങൾ കൃത്യമായി ഇത്തരം കേസുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം ഉണ്ടായ സമയത്ത് പോലും കോൺഗ്രസ് അതിനെ സമീപിച്ച് നിയമപരമായിട്ടാണെന്നേ. കോൺഗ്രസ് തെരുവിലിറങ്ങി രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ഒക്കെ അന്വേഷിക്കപ്പെട്ടപ്പോ
കോൺഗ്രസ് തെരുവിലിറങ്ങി, തെരുവിൽ പ്രക്ഷോഭമുണ്ടായി, കെ.സി. വേണുഗോപാൽ രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഡൽഹിയിൽ വലിയ തോതിലുള്ള വാഹനം തല്ലി തകർത്തിട്ടുണ്ടോ? ഡെമോൺസ്ട്രേഷൻ ഉണ്ടായി. അല്ല അഭിലാഷേ വാഹനം തല്ലി തകർത്തിട്ടുണ്ടോ? വാഹനം തല്ലി തകർത്തിട്ടുണ്ടെന്നാണ് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ. അന്നത്തെ ചില വാർത്താ റിപ്പോർട്ടുകൾ പലരും ഷെയർ ചെയ്തത് കണ്ടു. അല്ല, അത് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വന്ന ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി ഓഫീസിലോട്ട് അങ്ങോട്ടല്ലേ പോയത്? അതെ, ആ സമയത്ത് ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ അവർ വരുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അവരെ ആർത്ഥത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ ഇതിന് ഞങ്ങൾ സമരം നടത്തിയത് ആർക്കെതിരെയാ? ഞങ്ങൾ സമരം നടത്തിയതാണ് സംഘപരിവാറിനെതിരെയാ. സമാനമായ രീതിയിൽ എന്തുകൊണ്ട് സംഘപരിവാറിന് നേരെ വിരൽ ചൂണ്ടി, മോദിക്ക് നേരെ വിരൽ ചൂണ്ടി, അമിത്ഷാക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം വാലിഡല്ലേ? ഞങ്ങളുടെ നേരെയല്ലോ വിരൽ ചൂണ്ടേണ്ടത്. ചില പഴയ പത്ര റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എക്കണോമിക് ടൈംസിന്റെ ഒരു വാർത്ത, രാഹുൽ ഗാന്ധി ബിഫോർ ED, law and order takes a back seat in Hyderabad as Congress workers vandalizes buses and vehicles. ബസ്സുകളും വാഹനങ്ങളും കോൺഗ്രസ് പ്രവർത്തകർ വാൻഡലൈസ് ചെയ്തു എന്ന് പഴയ പത്ര റിപ്പോർട്ടുകൾ പറയുന്നു. അതിനെയൊന്നും ന്യായീകരിക്കുകയല്ല കേട്ടോ. പക്ഷെ അത് ED-യുടെ വാഹനമാണോ? ഡൽഹിയിൽ നടക്കുന്നതിന് രാഹുൽ ഗാന്ധിയെ ആരുടെയോ വാഹനങ്ങൾ, ഏതൊക്കെയോ ബസ്സും കാറും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ഞാനും പറഞ്ഞോളൂ. ഇവിടെ ഇപ്പൊ ED-യുടെ വാഹനമല്ലോ, പാവപ്പെട്ട 3 ടാക്സി ഡ്രൈവർമാരുടെ കാറ് പോയത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന വാഹനം എന്ന് പറയുമ്പോൾ ആ പർപ്പസിന് തടസ്സപ്പെടുത്തിയെന്നല്ല എന്റെ അർത്ഥം. നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ശരി, ഇവിടെ അതിനുശേഷം മറ്റു സ്ഥലങ്ങളിൽ നടന്ന പ്രകടനവുമായി ആ സമയത്തെ പ്രതികരണത്തെ എങ്ങനെയാണ് ബന്ധിപ്പിക്കാൻ കഴിയുക? ഞങ്ങൾ പറഞ്ഞില്ലേ, വൈകാരികമായുള്ള പ്രകടനങ്ങൾ ഉണ്ടായത് തന്നെ, അതിനൊന്നും ഞങ്ങൾ ന്യായീകരിക്കില്ല. പക്ഷേ ഇവിടെ നടന്നത് അന്വേഷണ പ്രക്രിയയെ, അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന, അവർ വാടകയ്ക്കെടുത്ത് അവർ വന്ന അവരുടെ ഗതാഗത ആവശ്യത്തെ തന്നെ നിഷേധിക്കുന്ന തരത്തിൽ അവരുടെ മൊബിലിറ്റിയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനം ഉണ്ടായെന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇന്ത്യയിൽ അങ്ങനെ നടത്താൻ ശേഷിയില്ലാത്ത പ്രസ്ഥാനമാണോ കോൺഗ്രസ്? ശരി, ഓക്കെ. ഇവിടെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലിപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒടുവിലത്തെ വിഷയമുണ്ടല്ലോ, ഇപ്പൊ രാഷ്ട്രീയമായ ഒരു വിഷയത്തെ നേരിടുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പിണറായി വിജയനെതിരെയാണ് ഈ നീക്കം എന്ന് കണ്ട് നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നു. ശരി, ആയിക്കോട്ടെ, പ്രതിരോധിച്ചോളൂ. ഇനി നിയമപരമായി പ്രതിരോധിക്കുന്നു, അത് ഏത് ഇന്ത്യൻ സിറ്റിസനുള്ള അവകാശമാണ്. നിയമപരമായി പ്രതിരോധിക്കണം, അതിലും തർക്കമൊന്നുമില്ല. പക്ഷേ അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ കായികമായി പ്രതിരോധിക്കും, കായികമായി നേരിടുമെന്ന് പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? അഭിലാഷ, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ ഇവിടെ ശ്രീ പത്മനാഭ വക്കീലെ ഭയങ്കരമായിട്ട് ഇതങ്ങ് ഫ്രോഡാണ് എന്നങ്ങ് തീരുമാനിച്ചിരിക്കുക. പത്മനാഭ വക്കീൽ ഒരു വക്കീലാണല്ലോ, അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കരാർ വ്യാജമാണോ? അങ്ങനെ ഒരു അഭിപ്രായം ED-യോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വെച്ചിട്ടുണ്ടോ? CMRL-ഉം വീണയുടെ കമ്പനിയും തമ്മിലുള്ള കരാർ വ്യാജമാണോ? അവർ പണം അനധികൃതമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അനധികൃതമായ മാർഗത്തിലൂടെ, നിയമാനുസൃതമായ മാർഗത്തിലൂടെയല്ലേ അവർക്ക് പണം കിട്ടിയത്? ബാങ്ക് വഴിയല്ലേ അവർക്ക് പണം കിട്ടിയത്? അല്ല, ഈ കമ്പനി തങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന് എവിടെയെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ചെയ്ത ജോലിക്കുള്ള പണമായിരുന്നില്ല അത്, പേഴ്സണോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ പണം കിട്ടിയത് എന്ന് പറഞ്ഞത് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റിലാണ്. അല്ല, ഏത് സെറ്റിൽമെന്റിൽ പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ കരാറുണ്ട്. എന്നാൽ ഒരു കരാറുമില്ലാതെ കേരളത്തിലെ സമുന്നതരായ നേതാക്കളുടെ ചുരുക്കപ്പേര് ഈ കർത്തയുടെ ഡയറിയിലുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലേ? രമേശ് ചെന്നിത്തല ഇല്ലേ? കുഞ്ഞാലിക്കുട്ടിയില്ലേ? നമ്മൾ ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഹവാല ഡയറി ചർച്ച ചെയ്തിട്ടില്ലേ? നരസിംഹറാവു ഈ രാജ്യം ഭരിക്കുന്ന കാലത്ത് ആ ഹവാല ഡയറിയിലെ ചുരുക്കപ്പേരുകള് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഡയറിക്ക് സമാനമായ കർത്തയുടെ ഡയറിയാണ് നിങ്ങൾ അടിസ്ഥാനമാക്കുന്നെങ്കിൽ ചുരുക്കപ്പേരല്ല, മുഴുവൻ പേര് തന്നെ പറയാൻ അനുവദിക്കണ്ടേ? ഇവരൊക്കെ പറഞ്ഞാൽ എനിക്ക് മറുപടി പറയണ്ടേ? അല്ല, അത് പറഞ്ഞോളൂ. ചുരുക്കപ്പേരല്ല, മുഴുവൻ പേര് തന്നെ ഡയറിയിലുണ്ട്. ഈ ED-ക്കാർ അവരുടെ റിപ്പോർട്ടിൽ എടുത്തെഴുതിയപ്പോഴാണ് അത് ചുരുക്കപ്പേരായത്. മുഴുവൻ പേരുണ്ട്. പക്ഷേ ആ പേരുകളിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, CPM-ന്റെയും സമുന്നതരായ നേതാക്കളുണ്ട്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെയൊക്കെ ചെറുപ്പത്തിൽ ജെയിൻ ഹവാല ഡയറിയിൽ പേരില്ലാത്ത ഒരേ
ഒരേ ഒരു പാർട്ടി CPM എന്നൊക്കെ പറഞ്ഞ് ഈ ഹവാല ഡയറിയിൽ പേരുള്ള ആളുകളുടെയൊക്കെ ഇവൻ LK അദ്വാനിയുടെ അടക്കം പേരൊക്കെ എഴുതി വെച്ചിട്ട് വലിയ ഫ്ലക്സ്, അത് ഫ്ലക്സ് ഇല്ല, ഈ മറ്റേ തരത്തിൽ എഴുതുന്ന ബോർഡാണ്. ഇതാ ഇപ്പോ 40 കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ബോർഡ് വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ നേതാക്കളുടെ പേരുണ്ട്, PV യുടെ മാത്രമല്ല മറ്റു നേതാക്കളുടെയും. ഏത് ആരുടെ പേര്? PVയോ? ഏത് ആരാ PV? CPM-ന്റെ നേതാക്കളുടെ പേരും CPM-ന്റെ PV എന്നല്ല, പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. അഭിലാഷ് ഇത്തരം ഒരു ചർച്ചയില് ഇത്തരം ഒരു ചർച്ചയില് അനാവശ്യമായ നെറേഷനുകൾ ഉണ്ടാക്കാൻ നോക്കണ്ട. നമുക്ക് PV എന്നല്ല, പിണറായി വിജയൻ എന്ന് തന്നെ മുഴുവനായിട്ടുണ്ടെന്നേ രാഷ്ട്രീയ പാർട്ടി കൊടുക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ പിണറായി വിജയന്റെ മകളായ വീണയെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ED നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയമാണ്. കേരളത്തിലെ CPM-നെയും കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയറായ CPM നേതാവിനെയും തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. അതിൽ ആ രാഷ്ട്രീയ അജണ്ടയുടെ കൂടെയാണ് മിസ്റ്റർ അനൂപിൻ്റെ പാർട്ടി. അതുകൊണ്ട് തന്നെ അനൂപിൻ്റെ പാർട്ടി എന്താണ് ഈ കാര്യത്തിൽ നടക്കുന്നതൊക്കെ നടന്നോട്ടെ. ഇവിടെ അനൂപ് പറയല്ലേ, വളരെ ദയനീയമായി അദ്ദേഹം പറയില്ലേ, ഞങ്ങൾ ഒരു അന്വേഷണ ഏജൻസിയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ശ്രീമതി ഇന്ദിരാഗാന്ധി വളരെ ഗുരുതരമായ രാജ്യത്തോട് ചെന്ന് ചെയ്ത മഹാപാതകങ്ങളുടെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ വിമാനം റാഞ്ചിയ പാർട്ടിയുടെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. വിമാനം റാഞ്ചിക്കൊണ്ടാ രാജ്യത്തിൻ്റെ എല്ലാ ദേശരക്ഷയും അന്താരാഷ്ട്ര സുരക്ഷയും വെല്ലുവിളിക്കുന്ന തരത്തിൽ വിമാനം റാഞ്ചിയവരാണ് നിങ്ങൾ. എന്ന് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചോദ്യം ചെയ്ത സമയത്ത് ഈ ബാംഗ്ലൂർ നഗരത്തിൽ നിങ്ങൾ കാറ് കത്തിച്ചില്ലേ കോൺഗ്രസ്സുകാർ? ഹൈദരാബാദിൽ എന്താണ് ഇത്? ED അവിടെ അന്വേഷണം നടത്തി അവിടെ ഒരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് എഴുതി കൊടുത്ത് തിരിച്ചു പോകുമ്പോഴാണ് സംഭവങ്ങൾ ഉണ്ടായി. ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാവരുത്. പക്ഷേ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി നിങ്ങളുടെ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ഇന്റലിജൻസ് വിഭാഗം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ആവശ്യമായ സുരക്ഷ, സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു ED ഉദ്യോഗസ്ഥരെ ഇറക്കി വിടേണ്ടത്. ED അന്വേഷണം നടത്തി റെയ്ഡ് പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു വിവരവും ഒരു വസ്തുവും കിട്ടിയിട്ടില്ല എന്ന് എഴുതി കൊടുത്ത് എന്താണ് നിങ്ങളുടെ പോലീസ് അവരോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ജനക്കൂട്ടം രോക്ഷാകുലമായി നിൽക്കുകയാണ്. രോക്ഷാകുലമായി നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തിൽ നിന്ന് സ്വാഭാവികമായ ഒരു പ്രതികരണത്തെ ഒരു പാർട്ടി ബോധപൂർവം ആസൂത്രിതമായി നടത്തിയ ആക്രമണമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അർത്ഥമില്ല. അതിന് ഉത്തരവാദി കേരള പോലീസാണ്, ആഭ്യന്തരമന്ത്രിയാണ്. അവരുടെ മൂക്കിന് മുമ്പിലാണ് ഈ സംഭവം നടന്നത്. ഇത്രയും പ്രധാനപ്പെട്ട വളരെ ജനവികാരം ഇളകിമറയുന്ന ഒരു പ്രശ്നത്തിൽ ആവശ്യമായ മുൻകരുതൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എടുത്തില്ല എന്നുള്ളതാണ്. അന്വേഷണം തടസ്സപ്പെടുത്തുകയല്ല ഞങ്ങൾ ചെയ്തത്, അന്വേഷണം കഴിഞ്ഞ് പോകുന്ന വണ്ടിയാണ്. ഇപ്പോൾ CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് റഹീം കൃത്യമായി വ്യക്തമാക്കി, അതൊരു പാവപ്പെട്ട ടാക്സിക്കാരൻ്റെ വണ്ടിയാണ്. ആ വണ്ടിക്കുള്ള നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കും. അദ്ദേഹത്തോട് പാർട്ടി ഔദ്യോഗികമായി തന്നെ ക്ഷമ ചോദിച്ചു, മാപ്പ് ചോദിച്ചു. എന്നാൽ ED മറ്റൊരു പ്രശ്നമാണ്. ED ജനങ്ങൾക്കിടയിൽ ഇന്നെന്താണ് BJP-യുടെ ഒരു ടൂളായിട്ട് മാറുകയാണ്. അതിനെ ഒരു BJP അജണ്ടയിൽ പ്രവർത്തിക്കുന്ന അന്വേഷണ ഏജൻസിയായി കണ്ടുകൊണ്ട് നേരിടാമെന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. പ്രതികരിച്ചോളൂ അഭിലാഷേ. ഇവിടെ ബഹുമാനായ കുഞ്ഞിക്കണ്ണ സഖാവ് പറഞ്ഞത് എന്താ? ED-ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്നാ. ഞങ്ങളെ അറിയിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണമല്ല ED വന്നത്, ഞങ്ങൾ അറിയിച്ചുകൊണ്ടല്ല എന്ന് പറഞ്ഞത് ആഭ്യന്തരമന്ത്രിയാണെന്നേ. അപ്പൊ ഇവർ പറയുന്നത് എന്താ? ഇവരുടെ ആളുകൾ ആക്രമണം നടത്തിയിട്ട് നിങ്ങളുടെ പോലീസ് അതിനെ പ്രതിരോധിച്ചില്ല എന്നൊക്കെ പറയുന്നത് എന്ത് യുക്തിയാണുള്ളത്? ഞങ്ങളുടെ സ്റ്റാൻഡ് പറഞ്ഞു. ED വന്നത് ഞങ്ങളുടെ മുന്നറിവ് കൂടാതെയാണ്. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിന്റെ കപ്പാസിറ്റിയിൽ നിന്നുകൂടെ പറഞ്ഞില്ലേ? അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അറിയിക്കേണ്ട വന്ന അന്വേഷണത്തിന് ഞങ്ങൾക്ക് സാധ്യമായ സുരക്ഷ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അറിഞ്ഞു വന്ന് കൊടുത്തിട്ടുണ്ടെന്നേ. എന്നിട്ട് പറയാണ് നിങ്ങൾ ആക്രമണം നടത്തിയത് ഞങ്ങളുടെ മേലെ വെച്ച് ആരാണ്? ഞങ്ങളത് നടത്തിയത് നിങ്ങളുടെ കഴിവുകളാണ്. പോലീസിന് കല്ലെറിഞ്ഞിട്ട് പോലീസ് പ്രതിരോധിക്കാതാണെന്ന് പറയുന്ന പോലെ ഞങ്ങളത് പ്രതിരോധിച്ചില്ല, ഞങ്ങളുടെ പോലീസ് പ്രതിരോധിച്ചില്ല. ഇവരുടെ പ്രശ്നം എന്താ? ഇവർക്ക് ഇപ്പോൾ കേരളത്തിനൊരു പോലീസ് സേനയില്ലേ? ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടത് എന്താണ്? ഒരു വയലന്റ് ആയി നിൽക്കുന്ന ഒരു ക്രൗഡിന്റെ നടുവിലേക്ക് 3 കാറുകൾ ഇറക്കി വിടുകയാണ്. നമ്മൾ കണ്ണൂരും കോഴിക്കോടും ഒക്കെ കണ്ടല്ലോ, നേതാക്കളുമായി ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കി മോബിനെ കുറിച്ച് നീക്കി നിർത്തി, ഇങ്ങനെയൊക്കെ വേണ്ടേ? തിരുവനന്തപുരത്ത് ഇന്നലെ ആ ജനക്കൂട്ടം ED-യുടെ ഉദ്യോഗസ്ഥരെ കൊന്നേനെ. ഒരു പോലീസുകാരന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇത്രയും മോശമായ നിലയിൽ മാനേജ് ചെയ്ത പോലീസ് വിഷയം കേരളത്തിലെ ചരിത്രത്തിൽ ഏതാണെന്ന് സംശയം തോന്നും. അത്രയും മോശമായി മാനേജ് ചെയ്യപ്പെട്ടു ഇന്നലെ ബേക്കറി ജംഗ്ഷനിലെ പ്രതിഷേധം. ഈ വയലന്റ് ആയിട്ടുള്ള ക്രൗഡിന്റെ നടുക്കേക്ക് ED-യുടെ ഉദ്യോഗസ്ഥരെ 8 CRPF-കാരെ ഇറക്കി വിടാനാണോ കേരളത്തിലെ പോലീസ്? അല്ല, ഇതിനെ തിരിച്ചൊന്ന് അഭിലാഷ് ചിന്തിച്ചു നോക്കിയേ.
ഇവിടെ ഞങ്ങൾ ഈ ജനക്കൂട്ടത്തെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ സഖാവ് ഉൾപ്പെടെയുള്ളവർ വന്ന് പറയുന്നത് എന്താ? സംഘപരിവാറിന്റെ ഏജൻസിയുടെ കേരള പോലീസ് പ്രവർത്തിച്ചു എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി ലോ ആൻഡ് ഓർഡറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇതുപോലെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരം ഒരു റെയ്ഡ് നടക്കുമ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ലാന്നേ. ഞങ്ങൾക്ക് കഴിയാവുന്ന പരിമിതിയിൽ വെച്ച് വൈകുന്നേരം 2:30 കഴിഞ്ഞിട്ടാണ് കേരള പോലീസിന് തിരുവനന്തപുരം നഗരത്തിൽ ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ക്രമസമാധാന പ്രശ്നം മണിക്കൂറുകളായി രൂപം കൊള്ളുന്നത് അറിഞ്ഞില്ല. ഇനി ക്രമസമാധാന പ്രശ്നം ഉള്ളിടത്തൊക്കെ മുൻകൂട്ടി കമ്പിയൊക്കെ അടിച്ച് പോലീസിനെ അറിയിക്കണോ? അല്ലല്ല, ഇതിനകത്ത് ഇതുപോലൊരു സെൻസിറ്റീവ് വിഷയത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന പ്രതിപക്ഷ നേതാവായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളുടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ അറിയിച്ചിട്ടില്ലാന്ന് ഞങ്ങൾ പറഞ്ഞേ. ഞങ്ങൾ അതിനെ ഈ പറയുന്ന സംഭവത്തെ ഞങ്ങളുടെ പരിമിതമായ സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലും ബഹുമാനായ KT കുഞ്ഞിക്കണ്ണൻ എന്തുകൊണ്ട് പിണറായി വിജയൻ മോഡിയെയും അമിത്ഷായെയും വിമർശിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. റെയ്ഡ് നടന്നു കഴിഞ്ഞ വഴി അദ്ദേഹം വിമർശിക്കുന്ന ആരെയാ? രാഹുൽ ഗാന്ധിയെ. എന്തുകൊണ്ട് മോഡിയെ കുറിച്ച് പറയുന്നില്ല? എന്തുകൊണ്ട് അമിത്ഷായെ കുറിച്ച് പറയുന്നില്ല? ഇദ്ദേഹം പറയുന്നുണ്ട്, KT കുഞ്ഞിക്കണ്ണൻ സഖാവ് പറയുന്നുണ്ട്, പക്ഷേ പിണറായി വിജയൻ എന്തുകൊണ്ട് പറയുന്നില്ല? ആ ചോദ്യം പ്രസക്തമല്ലേ? ഇവിടെ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലും വീണ വിജയന്റെ കാര്യത്തിലുള്ള 2 നീതി. ഒരാൾ ബിനീഷ് ഒറ്റയ്ക്കിറങ്ങണം, വീണയാവുമ്പോൾ ഒരുമിച്ചിറങ്ങണം എന്ന് പറയുന്നതിന്റെ അതിനകത്തെ യുക്തിരാഹിത്യം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിന് ഈ 2 പ്രശ്നങ്ങൾക്കും കേരളത്തിൽ KT കുഞ്ഞിക്കണ്ണൻ സഖാവിനെന്നല്ല ഒരു സഖാവിനും മറുപടിയില്ലാന്നേ. കേരളം ചോദിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ട് പിണറായി വിജയൻ മോഡിയെയും അമിത്ഷായും വിമർശിക്കുന്നില്ല? എന്തുകൊണ്ട് ബിനീഷ് കോടിയേരിക്ക് ഒരു നീതി? എന്തുകൊണ്ട് വീണ വിജയന് വേറൊരു നീതി? 2 ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? ഞങ്ങൾ എന്തു പറയുന്നു എന്നതിനേക്കാൾ ഏറ്റവും പ്രസക്തമായ 2 ചോദ്യങ്ങൾ കേരളത്തിലെ CPM-ന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുക. CPM-ന്റെ ഒരാൾക്കും അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അവരെത്ര ശ്രമിച്ചാലും കഴിയില്ല. അതെ, ചോദ്യം വളരെ വ്യക്തമാണ്. ചോദ്യത്തിനകത്ത് തന്നെ മറുപടിയുണ്ട്. വീണ വിജയന്റെ കാര്യത്തിലും ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിലും 2 നിലപാടാണ് CPM-ന്. മോദിയെയും അമിത്ഷായെയും നേർക്ക് നേരെ വിമർശിക്കാൻ പിണറായി വിജയന് കഴിയില്ല. അദ്ദേഹത്തിന് അതിനുള്ള ഇങ്ങനെ വിമർശിക്കട്ടെ. അതിനൊരു പറയുന്നു, പറയട്ടെ. ഇടവേളയിലേക്ക് പോകുന്നതിന് അതിനൊരു ചെറിയ മറുപടി ഉണ്ടോ ഷിക്കേത്ത്? ഇന്നലെ വളരെ ഒരു വികാരം മുറ്റിയ സന്ദർഭത്തിലാണല്ലോ പിണറായി വിജയൻ സംസാരിക്കുന്നത്. അപ്പോ ആരാണോ അന്വേഷണ ഏജൻസികളെ പറഞ്ഞു വിട്ടത് അവരെ കുറിച്ചല്ലേ പറയേണ്ടത്? ആരുടെ ടൂളാണോ അന്വേഷണ ഏജൻസികൾ? അങ്ങനെയാണ് താങ്കൾ നേരത്തെ ആരോപിച്ചത്. അതേക്കുറിച്ചല്ലേ പറയേണ്ടത്? രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ വന്നിട്ട് അനൂപിൻ്റെ ദേശീയ നേതാവാണ്, കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെ നയിക്കുന്ന ആളാണ്, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് മിസ്റ്റർ രാഹുൽ ഗാന്ധി. അതിൻ്റെ ഒരു ഔചിത്യവും സാമാന്യ മര്യാദയുമില്ലാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിനെയും ചോദ്യം ചെയ്യാത്തതിനെയും കുറിച്ച് പ്രസ്താവന ഇറക്കിയ മാന്യനാണ് ഈ രാഹുൽ ഗാന്ധി. ഒരു ഔചിത്യബോധവുമില്ലാതെ ഇന്ത്യ മുന്നണി ഏറ്റവും പ്രധാന രാഷ്ട്രീയ വിഷയമായി ഈ രാജ്യത്ത് ഉയർത്തിയിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികം എന്താണ്? മോഡി അയക്കുന്ന അന്വേഷണ സംഘങ്ങളിൽ അവർ നടത്തുന്ന വേട്ടയിൽ ഈ കാര്യത്തിൽ സന്തോഷമുള്ള ഒരാൾ രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും. അതിലെന്താ വസ്തുതാപരമായി തെറ്റെന്താ ഉള്ളത്? ശരി, യാഥാർത്ഥ്യം. ഇടവേളയിലേക്ക് ചങ്ങായിമാരായി പ്രവർത്തിക്കുകയാണ്. ഈ CPM മാത്രമല്ല കേട്ടോ, CPM മാത്രമല്ല, ആദ്യം പ്രതികരിച്ച ആൾ തമിഴ്നാടിന്റെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ആരെ വിമർശിച്ചത്? കോൺഗ്രസിനെയാണ് വിമർശിച്ചത്. കോൺഗ്രസിനെ കുറിച്ചുള്ള രൂക്ഷമായ വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, MK സ്റ്റാലിന്റെ ഭാഗത്തുനിന്ന്. രണ്ടാമത് അരവിന്ദ് കെജ്രിവാൾ, മുൻ ഡൽഹി മുഖ്യമന്ത്രി. തൃണമൂൽ കോൺഗ്രസിന്റെ മഹുവ മൊയ്ത്രയും തേജസ്വി യാദവ്, RJDയുടെ തേജസ്വി യാദവും അടക്കം ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസ് ഒരു അഭിപ്രായം പറഞ്ഞോ? ഈ റെയ്ഡിനെ അപലപിച്ച്. ഇന്ത്യ മുന്നണിയിൽ എല്ലാവരും ഘടകകക്ഷികളല്ലേ? അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖരായ 4 നേതാക്കൾ ഈ റെയ്ഡിനെ അപലപിച്ചു എന്ന് മാത്രമല്ല 2 പ്രധാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസിനെ വിമർശിച്ചു. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ദേശീയ പാർട്ടിയല്ലേ, ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ലേ പറയാൻ? അല്ല അഭിലാഷേ, രാഹുൽ ഗാന്ധിയെ പിണറായി വിജയൻ വിമർശിക്കാന്നേ. ആരാ വിമർശിക്കരുതെന്ന് പറഞ്ഞേ? അതിന്റെ കൂട്ടത്തിൽ ആദ്യം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചോട്ടെ, അതിന്റെ കൂട്ടത്തിൽ 2ാമതോ 3ാമതോ ആയി മോഡിയെ അമിത്ഷായെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്നാണ് ഞാൻ ചോദിച്ചത്. എന്റെ ചോദ്യം ഇപ്പോൾ നിൽക്കുകയാണ് കുഞ്ഞിക്കണ്ണൻ സഖാവേ. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞോ? നിങ്ങൾ എന്തുകൊണ്ട് മോദിയെ കുറിച്ച് അമിത്ഷായെ കുറിച്ചും പറയുന്നില്ല എന്നുള്ള എന്റെ ചോദ്യം. നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെന്നേ. പറയാൻ കഴിയില്ല. പിണറായി വിജയന് പറയാൻ കഴിയില്ല. ബിജെപിയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഡീലിനെ മറച്ചു വെക്കാൻ
പിണറായി വിജയനും CPM-ഉം BJP-യെ വിമർശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് അസലായിട്ട് അറിയാം BJP-ക്കെതിരായിട്ട് മുഖാമുഖം നിന്ന് പോരാടുന്ന ആരാണ്. ഈ BJP-യുടെ ഇടപെടലുകൾക്കെതിരായിട്ട് ശരി, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത് ചർച്ചയിലേക്ക് വേണം. ശ്രീ പത്മനാഭൻ, ഇനി തുടർ നടപടികൾ എന്ത് എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടല്ലോ. EDക്ക് ഇവിടെ മണി ലോണ്ടറിംഗ് ആംഗിളാണ് അന്വേഷിക്കാനുള്ളത്. PMLA ഏത് നിലയ്ക്കാണ് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുക എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസാണെന്ന് താങ്കൾ നേരത്തെ പറയുകയുണ്ടായല്ലോ. ഈ 2.7 കോടിയുടെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ അത്രയും ചെറിയ ട്രാൻസാക്ഷൻ ഇതുവരെ SFIO അന്വേഷിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ ഇന്ത്യയിൽ? അപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ടാർഗറ്റ്? കേരള മുൻ മുഖ്യമന്ത്രിയാണോ, രാഷ്ട്രീയമാണോ, ഏത് ഏജൻസിയാണ് എന്നുള്ളതിലപ്പുറം ടാർഗറ്റ് എന്താണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുക. അല്ല, ഞാൻ പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു ഈ കരാർ വ്യാജമാണോന്ന്. ഈ കരാർ വ്യാജമാവും. എന്തുകൊണ്ടറിയോ? സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 23 അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട്, നിയമവിരുദ്ധമായ പ്രതിഫലമോ ലക്ഷ്യമോ ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ച സംഗതി ചെയ്യാൻ ആവുമ്പോൾ ഡിഫീറ്റ്സ് പ്രൊവിഷൻസ് ഓഫ് ലോ, നിയമത്തിൻ്റെ വകുപ്പുകളെ പരാജയപ്പെടുത്താൻ, അതല്ലേ കരാറ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കി പൈസ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം, അതിന് കൃത്യമായ പ്രവർത്തികൾ വേണം, പ്രവർത്തിക്ക് പ്രതിഫലം വേണം. എന്ത് പ്രവൃത്തിയാ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാൻ ഈ പൈസ കൊടുത്ത ആൾക്കോ പൈസ വാങ്ങിയ ആൾക്കോ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കരാറ് നിയമവിരുദ്ധമായ കരാറാണ്, നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കരാറാണ്, നിയമത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കരാറാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, അതൊരു ഫ്രോഡാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ കമ്പനീസ് ആക്ടിലെ 212 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടിരിക്കുന്നത്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. അപ്പം ഈ കരാർ പോയി, കരാർ നിയമവിരുദ്ധമായി. പിന്നെ അഭിലാഷ് ചോദിച്ചതുപോലെ ഇപ്പോൾ മണി ലോണ്ടറിങ് ആക്ട് നിൽക്കുമോ? അയ്യോ, നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ബഹുമാനപ്പെട്ട കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ഈ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ കുറേ വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തി ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ഇവിടെ മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്, ഒരു കരാറുണ്ടാക്കി ഒരു പണിയും എടുക്കാതെ പൈസ കൊടുത്തിട്ടുണ്ട്, എന്താണ് എടുത്ത പണിയും ചോദിച്ചിട്ട് പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഇവർക്ക് ബോധ്യപ്പെടുത്തട്ടെ, ഞങ്ങൾ ഇന്ന പണി എടുത്തിട്ടുണ്ട് എന്ന്. കോടതിക്ക് ഇതൊക്കെ അറിയാലോ. ഈ ഒരു IT കമ്പനി എന്തൊക്കെ പണിയാണ് എടുത്തു കൊടുക്കാന്ന് അറിയാത്തവരൊന്നല്ല ഇന്നത്തെ കോടതി. അവർക്കും അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടുന്നുണ്ട്. IT മേഖലയെ സംബന്ധിച്ച് കൃത്യമായ ട്രെയിനിങ് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും അറിയാം. അവർ ബോധ്യപ്പെടുത്തട്ടെ, ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന പണി എടുത്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തട്ടെ. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ബോധ്യപ്പെടുത്താത്തോളം കാലം പ്രതിക്കൂട്ടിൽ നിൽക്കുക തന്നെ വേണം. അതിൽ യാതൊരു അപ്പീലുമില്ല. അതാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ. അത് അംഗീകരിക്കുക. അതിന് കല്ലെടുത്ത് എറിഞ്ഞിട്ട് കാര്യമില്ല. ശരി, എന്തെങ്കിലും പറയാനുണ്ടോ ശ്രീ KT? നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, പത്മനാഭൻ വക്കീല് എന്താണ് EDക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു തെറ്റായ ആരോപണം ഉന്നയിക്കുക. ഇതിൻ്റെ ഓഡിറ്റ് ട്രയലൊക്കെ സ്ഥിരമായ ഒരു കമ്പനിയും മറ്റൊരു കമ്പനിയും തമ്മിൽ ഉണ്ടാക്കുന്ന കരാറിൽ കൃത്യമായി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഓഡിറ്റ് ട്രയലുകളൊക്കെ കൃത്യമായി നടക്കും. വക്കീലെ, വെറുതെ ആരോപണം ഉന്നയിച്ച് നിങ്ങൾക്ക് തകർക്കാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും അവരെ EDയൊക്കെ വിട്ടിട്ട് വേട്ടയാടുന്ന പരിപാടി അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, നിയമം നിലനിൽക്കുന്ന രാജ്യമാണ്. നിയമാനുസൃതമായി ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആര് തെറ്റ് ചെയ്താലും അവരെ നിയമാനുസൃത നടപടികളിലൂടെ നേരിടുന്നതിന് ഞങ്ങളെതിരല്ല. ആരോപണം ഉന്നയിച്ച് എന്താണ് ഈ ആളുകളെ തകർക്കാൻ വേണ്ടിയിട്ട് EDയെ നിങ്ങൾ കെട്ടടിച്ചു വിടുകയാണ്, രാജ്യത്താകെ കെട്ടടിച്ചു വിടുകയാണ്. എന്നാൽ അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെട്ട ആളുകൾ നിങ്ങളെ പാർട്ടിയിൽ വന്നാലോ അന്വേഷണമില്ല, ED ഇല്ല, CBI ഇല്ല. ഇന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നിങ്ങൾ ഈ കളിക്കുന്ന രാഷ്ട്രീയ കളിയുണ്ടല്ലോ. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.